ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ അബുദാബി പോയ കഥകളൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി അബുദാബി തലേ ദിവസത്തെ വ്ളോഗ് കണ്ടാലോ. അതായത് ഞാൻ അബുദാബിയിൽ പോണതിന്റെ തലേ ദിവസത്തെ പാക്കിങ്ങും ഷോപ്പിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമൊന്നും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റൂല. കാരണം 2 ദിവസം കഴിഞ്ഞാൽ വീട്ടുകാരെയും നാട്ടുകാരൊക്കെ പിരിഞ്ഞിട്ട് നമ്മൾ പോവാണല്ലോ. അതിന്റെ ചെറിയൊരു വിഷമവും വൈക്ലബ്ബിയും ഒക്കെ എൻ്റെ മുഖത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞാൻ ഇങ്ങോട്ട് കയറി വരാനായ സമയത്താണ് നമ്മളുടെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയതും പിന്നെ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നത് ഞാൻ ഇങ്ങോട്ട് പോരണേൻ്റെ ആ ഒരു 2-3 ദിവസം മുൻപാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മൾ ഈ പാക്കിങ്ങും ഷോപ്പിങ്ങും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വോയിസ് കൊടുക്കുകയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് സന്തോഷമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോണതിന് മുൻപായിട്ട് തന്നെ എനിക്ക് പ്ലേ ബട്ടൺ തൊടാൻ പറ്റി കൈകൊണ്ട്. കാരണം ഇത് ഓർഡർ ചെയ്ത സമയത്താണെങ്കിൽ ഞാൻ പോണതിൻ്റെ ആ ഒരു പിറ്റേ ദിവസം ഇത് വരുള്ളൂ എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പോണതിൻ്റെ തലേ ദിവസം തന്നെ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുള്ളായിട്ടൊരു മിക്സഡ് സെറ്റ് ഓഫ് ഇമോഷൻസ് ഇങ്ങനെ മൈൻഡിൽ പൊക്കോണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷമാണോ സങ്കടമാണോ അങ്ങനെ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസത്തെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി മടക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണ പോലെയല്ല കേട്ടോ. വേറെ എവിടേക്കെങ്കിലും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് വരാം മൈൻഡിൽ. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ഇവരൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമായിരുന്നു ഫുള്ള് മൈൻഡിൽ. പെട്ടിയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു തരത്തിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ അബുദാബിയിലേക്ക് പോകാനായിട്ട് റെഡി ആവുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിലെ പ്ലാനിങ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ എടുക്കണം, എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഫുള്ളൊരു മിക്സ്ഡ് സെറ്റ് ഓഫ് ഇമോഷൻസ് മൈൻഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിലൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. കാരണം നമ്മൾ ഷോർട്സ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇത്രയും വീഡിയോ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് തട്ടിക്കൂട്ടിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. വലിയ ചിലവില്ലാത്ത കേസല്ലേ ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ സെറ്റാക്കി. പിന്നെ പോണേൻ്റെ ആ ഒരു വിഷമമൊക്കെ ചെറുതായിട്ട് മാറിയത് എനിക്ക് ഫ്ലൈറ്റിൽ കയറാനായിട്ടുള്ള ഒരു ത്വര വന്നതിന് ശേഷമാണ്. അതായത് ആദ്യമായിട്ടാണല്ലോ വിമാനത്തിൽ കയറാൻ പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ചെറുതായിട്ട് വിഷമം അങ്ങോട്ട് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഫ്ലൈറ്റിൽ കയറി ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ആ ഒരു മിസ്സിങ് വന്നു തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി സെറ്റായി പോവാണ്. എന്നെ കൊണ്ടാക്കാനായിട്ട് വാപ്പിയും ഉമ്മയും ആച്ചും അതുപോലെ തന്നെ ഉമ്മയുടെ ഉമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, അത് എൻ്റെ വല്യമ്മയാണ്, റുക്കുമ്മ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു, സെറ്റായി. ഇനി നമ്മൾ നേരെ പോവാണ്. പിന്നെ കൊണ്ടാക്കാനായിട്ട് ഉമ്മയുടെ ഉമ്മ മാത്രമല്ല ഉമ്മയുടെ വാപ്പയും കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പോവാണ്. പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ വാപ്പി ഇങ്ങനെ ഉറക്കം തൂങ്ങായിരുന്നു കേട്ടോ. കാരണം തലേ ദിവസം അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ. ആരും പിന്നെ മര്യാദക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉമ്മയും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉമ്മ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. എയർപോർട്ടിലേക്ക് പോണ സമയത്തായിരുന്നെങ്കിൽ എല്ലാവരുടെ മുഖത്തും ഒരു വിഷമം കലർന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. പക്ഷെ ഇന്നാണെങ്കിൽ എല്ലാവരുടെ മുഖത്തും നല്ലൊരു വൈക്ലബ്ബും ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ എയർപോർട്ട് റോഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി നേരെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. എനിക്കാണെങ്കിൽ വിഷമം ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ വിഷമൊക്കെ ഫുള്ളായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. 4:30 കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷേ നമ്മളവിടെ ഒരു 12 മണി 12:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മളവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. ഇനിയാണ് ഗൈസ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. എൻ്റെ മുഖം നിങ്ങളൊന്ന് നോക്കിയേ, ഒരു ടെൻഷനും കാണുന്നില്ലല്ലോ. അതന്നെ സംഭവം, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാണ്. ഞാനപ്പോൾ ഓരോ മൊമെൻറ്റും ഇങ്ങനെ എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പോണേ കേട്ടോ, എത്തിഹാദിൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഇത്ര അടുത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ കണ്ണും പൊളിച്ച് നോക്കി നിൽക്കായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴാണെങ്കിൽ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പോവാണല്ലോ, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാബിൻ ക്രൂ വന്നിട്ട് ഫ്ലൈറ്റ് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം എനിക്കൊന്നും മനസ്സിലാവാത്ത കാരണം ഞാൻ സൈഡിൽ തന്നെ നോക്കിയിരുന്നു.
തൊട്ടപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്ത് മക്കളെ. ഫ്ലൈറ്റ് ആണെങ്കിൽ എടുക്കുന്ന സമയത്ത് ചെറിയൊരു കുലുക്കവും അതുപോലെ തന്നെ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു എന്നുണ്ടെങ്കിലും എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പ്രിപ്പയർഡ് ആയിരുന്നു. എൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സമയത്തിൽ പണി തരുന്ന ഒരു ഫോണാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഫോക്കസ് ആവാണ്ട് ഞാൻ കഷ്ടപ്പെടായിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരാൾ പോണ കണ്ടോ, ഒരു ട്രെയിനാണ് പോണേ കേട്ടോ. ഞാനപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതി എത്തിയപ്പോൾ മഴ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫ്ലൈറ്റ് സ്പീഡിൽ പോവല്ലോ, ആ ഒരു എക്സ്പ്രഷനാണ്. അങ്ങനെ ലാസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ എടുത്തു. ഞാൻ വിചാരിച്ചതിനേലും കൂടുതലായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് നല്ല സ്പീഡിൽ പോയിട്ട് ഒറ്റ പൊക്കലാണ്. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റൊക്കെ മുകളിലെത്തി. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഫുള്ള് ഇത് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മളുടെ മരങ്ങളും വീടുകളൊക്കെ നോക്കാനായിട്ട് എന്ത് രസമാണെന്നറിയോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലൗഡ്സിൻ്റെ ഇടയിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫുഡ് വന്നത്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ആ ഇരിക്കുന്ന പായസം മാത്രമാണ് ഞാൻ ഫുള്ളായിട്ട് കഴിച്ചേട്ടോ. ഞാൻ വാട്ടൈ 18 ഫ്ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഫുഡിൽ ഈ ഒരു റൈസും അതുപോലെ തന്നെ ചിക്കൻ കറി, പിന്നെ എന്തോ ഒരു ഉപ്പേരി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. പിന്നെ കടല വെച്ചിട്ട് ഈ ഒരു സലാഡും ഉണ്ടായിരുന്നു. ആകെ ഈ പായസം മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചത്. പിന്നെ ബട്ടറും ബ്രെഡും ഉണ്ടായിരുന്നു, അതും എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് പിന്നെയും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എണീറ്റപ്പോഴത്തേനും നമ്മൾ അബുദാബിയിലെത്തി ഗായ്സ്. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ താഴുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് മോർണിംഗ് വ്യൂവും അതുപോലെ തന്നെ നൈറ്റ് വ്യൂവും കാണാൻ പറ്റിയിട്ട് അതെന്തോ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുത്ത്. എൻ്റെ ഫോണാണെങ്കിൽ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇത് മര്യാദക്ക് ഫോക്കസ് ആവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ സമയമായപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചെവി വേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ എത്തിയപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെവി വേദനയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. സംഭവം സത്യമാണ്, ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അബുദാബിയിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എൻ്റെ ഇത്തത്താടെ മോൻ്റെ സൗണ്ടാണ്. അവൻ എന്നെ കാണാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങി വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വോയിസ് കൊടുക്കാനായിട്ട് മാറിയിരുന്നു. വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എന്നെ കണ്ടുപിടിച്ചിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോയി. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.